ഇന്നിവിടെ ഭയങ്കര മഴയാണ്. അപ്പം മഴയ്ക്ക് പറ്റിയ ഒരു ലഞ്ച് നമുക്കൊന്ന് തയ്യാറാക്കാം. ഏറ്റവും നല്ലത് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയതാണ് മുതിരയും മുട്ടയും, അതുമാതിരി ചിക്കൻ. മഴക്കാലത്ത് നമുക്ക് ചൂട് തരുന്ന ശരീരത്തിനെ ക്രമീകരിക്കും. അപ്പോൾ ഒരു മുതിര ഉപ്പേരി ഉണ്ടാക്കാം. അതിൻ്റെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊരു രസം ഉണ്ടാക്കാം. പിന്നെ ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാം. ചോറൂടെ ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഇത്രയ്ക്കാണ്. പിന്നെ ഇന്നലത്തെ ചിക്കൻ ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ ചൂടാക്കി ആവശ്യമുള്ളവർക്ക് അതും കഴിക്കും. അപ്പം ഞാൻ ഇന്ന് മെയിൻ കാണിക്കാൻ പോണത് മുതിര ഉപ്പേരിയും അത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം വെച്ചിട്ട് ഒരു രസം ഉണ്ടാക്കൊന്നുമില്ല. സാധാരണ രസം മാതിരി താളിച്ചിട്ട് ഈ വെള്ളം അതിലൊഴിക്കുക. പച്ച വെള്ളത്തിന് പകരം ഈ വെള്ളം ഒഴിക്കുക. അപ്പോൾ മുതിര രസമായി. ഇത് വെളുത്തുള്ളി, കറിവേപ്പില. വെളുത്തുള്ളി നമുക്ക് ചൂടാണല്ലോ, അതുകൊണ്ട് ഈ കാലത്ത് ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ ഈ ജലദോഷം, തൊണ്ടവേദന അങ്ങനത്തെ എല്ലാതും കുറയും. ആദ്യം അത് മൊരിഞ്ഞതിലേക്ക് കുറച്ച് മുളക് പൊടിയിടുക, കരിയാണ്ട് അത് വറുക്കുക. വളരെ എളുപ്പമുള്ള പണിയാണ്. മുതിര വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് താളിക്കുക, ഇതിൻ്റെ വെള്ളത്തെ രസം ഉണ്ടാക്കുക, പിന്നെ ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുക. വളരെ എളുപ്പത്തിൽ പണി കഴിയും. നമുക്ക് ഇതായിട്ടുണ്ട്. ഇതിലേക്കിടും. ഇതൊന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാം. മഴക്കാലത്ത് വയ്യാതിരിക്കുമ്പോൾ സിമ്പിളായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തീർച്ചയാവും. കുറേ നേരം വയ്യാത്തോട്ട് ആർക്കും പണിയാനൊന്നും ആവശ്യമുണ്ടാവില്ല. ഇതായിട്ടുണ്ട്. അടുത്തതായിട്ട് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിചാരിച്ച മാതിരി ഒന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു എളുപ്പത്തിലൊരു കൂട്ടാൻ വയ്ക്കണമെങ്കിൽ ഇത്രയ്ക്ക് നേരം ചിലവഴിക്കേണ്ട, അരമണിക്കൂർ കൂടെ വേണ്ട. മുതിര കുക്കറിലിട്ടിട്ട് 4 അടി അടിച്ച മുതിര വേവും. അതിൻ്റെ വെള്ളം ഊറ്റി വെച്ച ഒരു രസം ഉണ്ടാക്കുക. ചാറ് കറിയായി. പിന്നെ ഉപ്പേരി ഉണ്ടാക്കുക, ഒരു ഓംലെറ്റ് ഉണ്ടാക്കുക. അത്രയ്ക്ക് പണിയുള്ളൂ. അപ്പോൾ മുട്ട ഓംലെറ്റിൻ്റെ പണി കഴിഞ്ഞു. മുതിരയായി. ഇനി രസം താളിക്കണം. അത് ഒറ്റ കൈ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. രസം താളിച്ചിട്ട് ഈ വെള്ളം ഒഴിക്കുക, കുറച്ച് പുളി വെള്ളം ഒഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി കേട്ടോ. ഇന്നത്തെ ലഞ്ച് ഇങ്ങനെ പോട്ടെ.